നമുക്ക് ഈ ഇലക്ഷൻ നേരിട്ട് കഴിയുമ്പോൾ തന്നെ ഇവരുടെ മുഖം കാണുമ്പോഴോ നമുക്കറിയാൻ സാധിക്കും, ഒരു വാക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. നമുക്ക് ഏകദേശമുള്ള ധാരണ ഏകദേശം അന്നേരം തന്നെ പിടികിട്ടും. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ഈ ഭൂരിപക്ഷമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ എനിക്ക് ഒരിക്കലും കൈവിടാൻ പറ്റില്ല. അപ്പോൾ ഇനി വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ BJP നിർണായക ശക്തിയായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കല്ലറ പഞ്ചായത്ത് നമുക്ക് ഭരണം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷമായിട്ട് ഈ വരുന്ന 5 വർഷക്കാലം BJP ഇവിടെ ഉണ്ടാകും. കല്ലറയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതല്ലായിരുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായും ഒരു അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇവിടെ രാഷ്ട്രീയമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ ശരിക്കും പണാധിപത്യമാണ് നടന്നത്. പണം ഇല്ലാത്തവനും പണമുള്ളവനുമായിട്ടുള്ള ഒരു മത്സരം ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ട് മുന്നണിക്കും പിന്തുണ ഏകുന്ന സാഹചര്യമില്ല. ഞങ്ങളുടെ സംഘടനാപരമായി ഞങ്ങളുടെ തീരുമാനം അതാണ്. ഇടതുപക്ഷത്തിനുമില്ല വലതുപക്ഷത്തിനും ഇപ്പമില്ല. ഞങ്ങൾ പ്രതിപക്ഷമായി തന്നെ നിലനിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാടിനു വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ നടക്കുന്ന ചടങ്ങുകളായിരുന്നു വിവിധ പഞ്ചായത്തുകളിൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കല്ലറ പഞ്ചായത്തിൽ നോക്കുകയാണെങ്കിൽ ഭരണം UDFന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. പ്രതിപക്ഷത്തിലേക്ക് നമുക്ക് പോകാം. നമ്മളോടൊപ്പം നിൽക്കുന്നത് 4-ാം വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള അരവിന്ദ് ശങ്കറാണ്. ഇത്തവണ ഏകദേശം ആൾക്കാരൊക്കെ മാറിയെങ്കിലും വാർഡ് 4ൻ്റെ തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് മെമ്പറായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് ജനങ്ങളോട് ഇനി സംസാരിക്കാനുള്ളത്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വാർഡ് മാറി നമ്പർ മാറി പുതിയ വിഭജനത്തിന് ശേഷം വന്നിരിക്കുന്ന ഈ വാർഡിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കുന്നത്. അപ്പോൾ അത് ആ ജനം നമുക്ക് തന്നൊരു വലിയൊരു പരിഗണനയാണ്. അത് ക്ഷേത്രം ഇരിക്കുന്ന വാർഡാണ്, അതുപോലെ തന്നെ CSI പള്ളിയുള്ള വാർഡാണ്, അതുപോലെ സ്കൂളിരിക്കുന്ന വാർഡാണ്. പിന്നെ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു വാർഡ്. അതിനെ പല രീതികളിലും പിളർത്താൻ വേണ്ടി നോക്കിയെങ്കിലും അവിടെ ജനം നമുക്കൊപ്പം നിന്നു. അപ്പോൾ അവർക്കാണ് ആദ്യമേ തന്നെ ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച് എൻ്റെ സഹപ്രവർത്തകർ നിരവധി ആൾക്കാരുണ്ട്. അതിനാൽ അവരോടും ഈ അവസരത്തിൽ ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഇങ്ങനെ അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമ്മളൊരു നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഈ പറഞ്ഞ 4-ാം വാർഡിൽ. ആര് ജയിക്കും, ആര് തോൽക്കും, അങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മൾ സംസാരിച്ച സമയത്ത് പോലും ഒരുപാട് ജനങ്ങൾക്കിടയിൽ ആര് ജയിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഉള്ളിലുണ്ടായിരുന്നൊരു ടെൻഷൻ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അല്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞ തവണ ഈ ചില ലക്കി നമ്പർ ഒരുപക്ഷെ അവിചാരിതമായിട്ട് വന്നാകാം. എനിക്ക് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ തവണ 4-ാം വാർഡിലും മെമ്പറായിരുന്നു. അന്ന് 264 വോട്ട് ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഇത്തവണ വിഭജനത്തിന് ശേഷം ആ വാർഡിൽ നേരത്തെ ഉണ്ടായിരുന്നതും BJPയുടെ മെമ്പർ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത്തവണ ഞാനവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്, അതും അവിചാരിതമായിട്ട് 4ആയി. എനിക്ക് ജയിച്ച് ഭൂരിപക്ഷം കിട്ടിയാണ് സംഖ്യ എന്ന് പറയുന്നത് 246. അപ്പം ഈ സംഖ്യകളൊക്കെ തമ്മിൽ നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ ചോദ്യത്തിലോട്ട് ഞാൻ വരുവാണ്. അവിടെ ഞാൻ മത്സരിക്കാൻ ചെന്ന സമയത്തും എനിക്ക് ആ സമയത്തോ അല്ല അതിനിടയ്ക്കൊന്നും എനിക്ക് യാതൊരുവിധ ടെൻഷനോ ഒരു സമയത്തും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഒന്ന്, എൻ്റെ ഫീൽഡ്, ഞാൻ എൻ്റെ ഉപജീവന മാർഗം തന്നെ ടെൻഷൻ ഇല്ലാത്തൊരു മേഖലയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരോടെ ഉണ്ട്. അപ്പം പിന്നെ പൊതുജനം, നമുക്ക് ഈ ഇലക്ഷൻ നേരിട്ട് കഴിയുമ്പോൾ തന്നെ ഇവരുടെ മുഖം കാണുമ്പോഴോ നമുക്കറിയാൻ സാധിക്കും, ഒരു വാക്കുകൾ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. നമുക്ക് ഏകദേശമുള്ള ധാരണ ഏകദേശം അന്നേരം തന്നെ പിടികിട്ടും. അപ്പോൾ ഇലക്ഷൻ തലേദിവസം പിന്നെ ഇലക്ഷൻ്റെ അന്നത്തെ ദിവസം തന്നെ ഒരു മാറ്റർ ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിജയിക്കും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചത് ഈ ഭൂരിപക്ഷമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളെ എനിക്ക് ഒരിക്കലും കൈവിടാൻ പറ്റില്ല. നമുക്കിപ്പോൾ എന്തായാലും വീണ്ടും തിരിച്ചു വന്നു. കഴിഞ്ഞ കൊല്ലം 3 പേരായിരുന്നു. ഇത്തവണ ആ 3 നിങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നോട്ട് പോയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം ഈ ഒരു ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള രീതിക്ക് തോന്നുന്നുണ്ടോ? ഭരണത്തിലേക്ക് എത്തണം. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ, തൃപ്പൂണിത്തുറ, അങ്ങനെയുള്ള പല മേഖലകളിലും പല പഞ്ചായത്തുകൾ, നമ്മുടെ അടുത്ത് കിടങ്ങൂർ പഞ്ചായത്ത് ഉൾപ്പെടെയൊക്കെ നമ്മൾ അയ്മനം പഞ്ചായത്ത് ഭരണം പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒന്നുമില്ലായ്മയെന്ന് വന്നതാണ്. നമ്മുടെ കല്ലറ പഞ്ചായത്തിലും ആദ്യമേ ഒന്നുമില്ലായിരുന്നു. പിന്നീടാണ് രമേശ് കാമറ്റ് എന്ന് പറയുന്ന മെമ്പർ അവിടെ അവതരിക്കുന്നത്, ജനങ്ങളുടെ വോട്ട് കൊണ്ട് അവതരിക്കുന്നത്. ശേഷം പിന്നീട് 3 പേരായി ഇപ്പം നിലവിലെത്തി നിൽക്കുന്നു. അപ്പം ഇത്തവണ 2ാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന ഒരു സീറ്റ് പോയിരിക്കുന്നത് വെറും 8 വോട്ടിനാണ്. അപ്പോൾ 5 വോട്ട് കിട്ടിയാൽ ജയിക്കുമല്ലോ അവിടെ, സ്വാഭാവികമാണ്. അപ്പോൾ ഇനി വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ BJP നിർണായക ശക്തിയായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കല്ലറ പഞ്ചായത്ത് നമുക്ക് ഭരണം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷമായിട്ട് ഈ വരുന്ന 5 വർഷക്കാലം BJP ഇവിടെ ഉണ്ടാകും. കല്ലറയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇതല്ലായിരുന്നു. ഞങ്ങൾക്ക് പൂർണ്ണമായും ഒരു അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു.
അത്രമാത്രം ജനങ്ങളെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഒട്ടനവധി ആനുകൂല്യം ഒരു വീട്ടിലേക്ക് ശരാശരി റേഷൻ അരി ആയാലും അങ്ങനെയൊക്കെ ഏത് ആനുകൂല്യമായാലും കൃത്യമായി വീടുകളിൽ ഇടനിലക്കാരില്ലാതെ കിട്ടിയൊരു കാലഘട്ടമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ കല്ലറയിൽ 2030 പേരോളം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ പദ്ധതികളിൽ ഒത്തിരി പേര് അംഗങ്ങളായിട്ടുണ്ട്. ഒരു റേഷൻ കടയെന്ന് പറയുന്നത് 4 അംഗ കുടുംബത്തിന് 756 റേഷനാണ് ഒരു വീട്ടിൽ കിട്ടുന്നത് ഒരു മാസം. അത് 6 അംഗമായി കഴിഞ്ഞാൽ 1100 സംതിങ് വരും. അത് 8 അംഗം ഉണ്ടെങ്കിൽ 1512 പേര് വരും, 12 രൂപയുടെ കിട്ടും. അങ്ങനെ എല്ലാ ആനുകൂല്യവും കൃത്യമായി ആളുകളെ കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ ഇവിടെ നേരിട്ടത്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട് കാർഷിക മേഖലയിലുള്ള ഒരു നാടാണ്. ആ ഈ നാടിനെ സമഗ്രമായ ഒരു വികസനത്തിന് അനിവാര്യമായ ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുവാനും കൂടുതൽ തൊഴിൽ മേഖലയിലുമൊക്കെ ഊന്നൽ കൊടുക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് നമ്മുടെ എംപിമാരെയും MLA-മാരെയൊക്കെ ഞങ്ങളുടെ എംപിമാരെയും മന്ത്രിമാരെയെല്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ കേന്ദ്രത്തിലുള്ള മറ്റ് നേതാക്കന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഫണ്ട് കൊണ്ടുവന്നുകൊണ്ട് പഞ്ചായത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ ഇവിടെ രാഷ്ട്രീയമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ ശരിക്കും പണാധിപത്യമാണ് നടന്നത്. പണം ഇല്ലാത്തവനും പണമുള്ളവനുമായിട്ടുള്ള ഒരു മത്സരം ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ജയിച്ച് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പം ഒരു പണാധിപത്യമാണ് കല്ലറയിൽ നടന്നത്. പക്ഷേ നമുക്കതല്ലായിരുന്നു ആവശ്യം. ഈ ഗ്രാമീണ മേഖലയുടെ ഒരു സമഗ്രമായ വികസന നേതൃത്വം കൊടുക്കാൻ അതിനൊതുങ്ങുന്ന തരത്തിലുള്ള നമുക്ക് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് നമുക്ക് കേരള സർക്കാരിൻ്റെ ഒന്നും കിട്ടാനില്ല. കാരണം കിട്ടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് റോഡുകൾക്ക് വേണ്ട 1 കോടി രൂപയോളം അനുവദിക്കപ്പെട്ടെങ്കിൽ പോലും അതിൻ്റെ 75 ലക്ഷം രൂപ തിരിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ ഗവൺമെൻറ് നമ്മളുടെ അടുത്ത് നടത്തിയത്. അതുപോലെ റോഡിൻ്റെ വികസനമായാലും കാർഷിക മേഖല വികസനമായാലും തൊഴിൽ ഇവിടെ പുതിയൊരു സംരംഭം നമ്മുടെ പഞ്ചായത്ത് തുടങ്ങാൻ സാധിച്ചിട്ടില്ല. വ്യക്തികളായി ഒരു തിയേറ്റർ വന്നു, പെട്രോൾ പമ്പ് വന്നു എന്നല്ലാതെ പഞ്ചായത്തിൻ്റെ തൊഴിൽ മേഖലയിൽ കുടുംബശ്രീ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭങ്ങൾ പൂർണ്ണമായും തുടങ്ങിയെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അന്തരീക്ഷമില്ല. ഏറ്റവും കൂടുതൽ പണം കുടുംബശ്രീ വഴി കൂടെ കേന്ദ്ര സർക്കാരിന് ഫണ്ടുകളാണ്. ഈ ഫണ്ടുകളൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വിനിയോഗിക്കുന്നതിൽ ഒത്തിരി പോരാഴിയുണ്ട്. എൻ്റെ എന്താ പറയുക നേതൃത്വം. അപ്പോൾ അത് കൃത്യമായി മോണിറ്ററിങ് ചെയ്ത് ആ മോണിറ്ററിങ് സംവിധാനത്തിലൂടെ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും അവർക്കായാലും ഈ മുദ്ര യോജന പോലെയുള്ള പ്രധാനമന്ത്രി തൊഴിൽദാന പദ്ധതി പോലെയുള്ള ദീനദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള തൊഴിൽ പദ്ധതികളായാലും അതെല്ലാം ട്രെയിനിങ് എല്ലാം കൊടുത്തുകൊണ്ട് അവർക്ക് നമുക്ക് കൂടുതൽ കുടുംബശ്രീ അംഗങ്ങളെയും ചെറുപ്പക്കാരെ ഒരു അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചു വിട്ടുകൊണ്ട് ഉന്നതമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ഒരു സ്വപ്നം. പക്ഷേ അത് എന്തുകൊണ്ടോ നമ്മുടെ ജനങ്ങൾ നമ്മളെ അത്ര വിശ്വാസം എടുത്തില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 പേരായിരുന്നു. ആ 3 എന്ന സംഖ്യ തന്നെ നിലനിന്ന് പോകുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇവിടെയുണ്ട്. മറിച്ച് വരുന്ന കാലഘട്ടം ഈ നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ഈ ഭരണസമിതി ഇവിടെ ഇപ്പോൾ ആർക്കും തന്നെ ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ 6 പേരാണ് കോൺഗ്രസിൻ്റെ ഉള്ളത്, LDF-ന് 5 പേരാണ്, BJP-ക്ക് 3 പേരാണ്, 14 പേര്. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു ഭരണം വേണമെങ്കിൽ അതിനൊരു ഭൂരിപക്ഷം ഉണ്ടാവണം. ആ ഭൂരിപക്ഷം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 മുന്നണിക്കും പിന്തുണ ഏകുന്ന സാഹചര്യമില്ല. ഞങ്ങളുടെ സംഘടനാപരമായി ഞങ്ങളുടെ തീരുമാനം അതാണ്. ഇടതുപക്ഷത്തിനുമില്ല വലതുപക്ഷത്തിനും ഇപ്പമില്ല. ഞങ്ങൾ പ്രതിപക്ഷമായി തന്നെ നിലനിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാടിനു വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ കല്ലറ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. നല്ല രീതിയിൽ തന്നെ വാർഡ് മുമ്പോട്ട് കൊണ്ടുപോകും. കഴിഞ്ഞ കൊല്ലം 4-ാം വാർഡായിരുന്നു. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു അഭിപ്രായം പുറത്ത് ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും BJP അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇത് നിലനിർത്തുമെന്ന് ഉറപ്പ് പറയുന്നു? തീർച്ചയായിട്ടും ഇത് നിലനിർത്തിക്കൊണ്ട് ഇത് BJP വാർഡായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകും, വിട്ടുകൊടുക്കുകയില്ല. വികസനത്തിന് വേണ്ട പൊതുവികസനത്തിന് നമുക്ക് ഭരണം അത് അങ്ങനെയൊന്നും നോക്കാൻ പറ്റത്തില്ല. അത് ഇടതുപക്ഷമോ വലതുപക്ഷമോ അങ്ങനെയൊന്നും പൊതുവികസനത്തെ പറ്റില്ല. പൊതുവികസനം ജനങ്ങളുടെ ആവശ്യത്തിന് വരുമ്പോഴത്തേക്കും അവിടെ പൊതുവായിട്ട് തന്നെ ഏത് കാര്യത്തിനും ഒന്നിച്ച് ഈ ഭരണസമിതിയോടൊപ്പം നമുക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയാണ്.
അതോടൊപ്പം നമ്മുടെ ഈ ഇപ്പോൾ ഭരണം കിട്ടിയിരിക്കുന്നത് UDF-നാണെങ്കിൽ കൂടി അവർക്ക് ഭൂരിപക്ഷം എന്നുള്ളൊരു ഇതിൻ്റെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. കാര്യം പകുതിയിൽ കൂടുതലെങ്കിലും വേണം, അതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വികസനങ്ങളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പാസ്സാക്കുന്നതിനൊക്കെ അതിൻ്റേതായ പ്രതിസന്ധി നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു വികസനം കല്ലറ ജംഗ്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് കല്ലറയ്ക്ക് വേണ്ട എന്തെങ്കിലും ഒരു വികസന കാര്യങ്ങൾ വരുമ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുമോ അതോ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ അതിൽ? ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാത്തിനും എതിര് പറയും എന്നാണ് മറുപടി കിട്ടേണ്ടതെങ്കിൽ അത് ഞങ്ങൾ പറയത്തില്ല ഒരിക്കലും. നമ്മൾ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കല്ലറ എന്ന് പറഞ്ഞാൽ ചുറ്റും 4/3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വേണം പറയാം. ആ നാടിൻ്റെ എല്ലാ വികസനത്തിനും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇവിടെ എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയുള്ളൂ. അത് നാടിൻ്റെ ഐക്യമാണ്. അവിടെ രാഷ്ട്രീയമല്ല വിഷയം. പക്ഷേ ഈ ഏകാധിപതിയായിട്ടുള്ള രീതിയിൽ ചില പെരുമാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലും അങ്ങനെയാണല്ലോ. ഏകാധിപതികളെ തോൽപ്പിച്ചിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളും ഇതിനു മുമ്പൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു രീതി വന്നു കഴിഞ്ഞാൽ BJP പ്രതിപക്ഷം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും ഭരണകക്ഷി ഓർക്കേണ്ട അവസ്ഥകൾ വരുമ്പോഴത്തേക്ക് അതെന്തായാലും ഓർത്തല്ലേ പറ്റുള്ളൂ. എന്താ ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് നിർത്താം. എന്തായാലും 4-ാം വാർഡ് ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ സ്ഥാപനം തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ റോഡ് വളരെ മോശമാണ്. അപ്പോൾ ഇനി ഒരു മെമ്പറായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തു, 5 വർഷം ഭരിച്ചതാണ്, എന്നാൽ വീണ്ടും ഇപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു റോഡിന് ഒരു വികസനം ഉണ്ടാവും, ആ ഒരു ഏരിയയ്ക്ക് ഒരു വികസനം ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കുമോ? പുതിയ 4-ാം വാർഡിൻ്റെ കാര്യമാണോ? ഇപ്പോഴത്തെ നിലവിലത്തെ 4-ാം വാർഡല്ലേ ചോദിക്കുന്നത്? പഞ്ചായത്ത് റോഡുകൾ 2 കാര്യമാണ് അതിനകത്തുള്ളത്. പഞ്ചായത്ത് റോഡുകളിൽ ഈ ജനങ്ങൾക്ക് ഒരു അവയർനെസ് ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പഞ്ചായത്ത് റോഡുകളും നമ്മുടെ PWD റോഡും നിർമ്മാണത്തിന് വലിയ വ്യത്യാസമുണ്ട്. നോക്കുമ്പോൾ ടാറാണെന്ന് വെച്ചിട്ട് ടാറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ദേശീയപാത നിർമ്മാണം, ഇതെല്ലാം രീതികൾക്ക് വ്യത്യാസമുണ്ട്. പഞ്ചായത്ത് റോഡുകളുടെ സമീപ പ്രദേശങ്ങളിൽ നമ്മുടെ പല നാട്ടുകാരും വീട്ടുകാരെല്ലാവരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റബ്ബർ പോലുള്ള പല മരങ്ങൾ. അപ്പം ഈ മരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്ന പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അതിലെ ഇലയെന്നുള്ള വെള്ളം വീണും അതുപോലെ ഇല വീണും ഒക്കെ ആയിട്ട് നമുക്ക് പല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആരുടെയാണ്? സമൂഹത്തിൻ്റെ തന്നെയാണ്. അപ്പം റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാർഡിൽ നിലവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും പരിഹരിച്ചിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും അത് നമ്മുടെ കൂടെ നിൽക്കണം ഏത് കാര്യങ്ങൾക്കും. എങ്കിൽ മാത്രമേ ശാശ്വതമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കുറേ നാൾ ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഈ വരുന്ന 5 വർഷവും വീണ്ടും മെമ്പറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാർഡിനാണെങ്കിലും നമ്മുടെ കല്ലറ പഞ്ചായത്തിനാണെങ്കിലും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.